ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരുത്തൽ നടപടികളിലേക്ക് കടക്കാൻ CPIയും 20 മണ്ഡലങ്ങളിലെ ഫലം വിശദമായി വിലയിരുത്തും. പലപ്പോഴും പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടി അണികളുമായി ബന്ധം നഷ്ടപ്പെടുന്നു എന്നത് ഈ സമീപകാലത്തായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല കോൺഗ്രസ് പ്രസ്ഥാനങ്ങളിലുമൊക്കെ സംഭവിക്കുന്നു. എന്നോടൊരിക്കൽ ഒരു മണ്ഡലം പ്രസിഡന്റ് ചോദിച്ചൊരു ചോദ്യമാണ്, ഞാൻ ആ MP ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിയുടെ. എന്താണ് നിങ്ങൾ വോട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ശ്രമിച്ചാലോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചാലോ അവിടെ ആരും ഫോൺ എടുക്കില്ല. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരു നേതാവിനെ നമ്മളെന്തിനാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാനേ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്താണത് പറഞ്ഞത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ വൈരാഗ്യം കയറിയിട്ട് എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അതൊക്കെ ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പോലും ഈ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് പാർട്ടി തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നു. എന്തായാലും സംസ്ഥാന സമിതിയിൽ ചർച്ചകൾ ഒരുപാട് നടന്നു, തുടർ നടപടികൾ എടുക്കുമെന്ന് പറയുന്നു. തിരുത്തൽ നടപടികൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം കൊടുക്കും. പക്ഷേ തിരുത്താൻ ആളുകൾ തയ്യാറാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ്, പറയൂ വിശദാംശങ്ങൾ. തിരുത്തേണ്ട ആളുകൾ തിരുത്തുവോ? ഓക്കെ, നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നല്ല ജനാധിപത്യം, നല്ല സൗന്ദര്യം കാണിച്ചൊരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോയിരിക്കുന്നത്. അടി അർഹതയുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ചില ആളുകൾക്ക് മടി കിട്ടി എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതേസമയം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി, കരുത്ത് എന്ന് തിരിച്ചറിയാത്ത നേതാക്കന്മാർക്ക് സെറ്റ് ബാക്കുകൾ ഉണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കൂട്ടിയും കിഴുക്കലും ഒരുപാട് നടക്കുകയാണ്. എങ്ങനെയായിരിക്കും നമ്മുടെ ഈ വിജയമുണ്ടായത്, എങ്ങനെയാണ് നമ്മുടെ ഈ പരാജയം ഉണ്ടായത്, ഇതൊക്കെ തന്നെ വിലയിരുത്തപ്പെടുകയാണ്. ഗിരീഷ് ചേരുന്നു. ഗിരീഷ്, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയൂ. SKN കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. 20 മണ്ഡലങ്ങളിലെയും തോൽവി സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി. ഇതിൽ ഏറ്റവും ഗൗരവതരമായ കണ്ടെത്തൽ SKN നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി വോട്ടുകളിൽ വളരെ കാര്യമായ ചോർച്ചയുണ്ടായി എന്നുള്ളതാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് CPMനെ ഇപ്പോഴും അമ്പരപ്പുളവാക്കുന്നത്. കാരണം പാർട്ടി വോട്ടുകൾ ഒരിക്കലും ചോരില്ല, പാർട്ടിയുടെ അടിത്തറ വളരെ വിപുലമാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. പക്ഷേ വോട്ടുകൾ ഈ മണ്ഡലങ്ങൾ തിരിച്ചുള്ള വിലയിരുത്തലിലാണ് ആ പാർട്ടി വോട്ടുകൾ വലിയ തരത്തിൽ ചോർന്നതായി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചില തിരുത്തൽ നടപടികൾക്ക് ഇപ്പോൾ CPM തയ്യാറാകുന്നതും. എന്നാൽ ഈ തിരുത്തൽ നടപടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുക്കുന്നില്ല. പകരം സംസ്ഥാന സമിതിയിലുള്ളവരെ കൂടി കേട്ട ശേഷം ഇക്കാര്യത്തിൽ അവരുടെ ചർച്ച കൂടി പരിഗണിച്ച ശേഷം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് എത്താം എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ധാരണ ഉണ്ടാക്കുകയും ഇത് സംസ്ഥാന സമിതിയിൽ റിപ്പോർട്ട് ചെയ്ത് സംസ്ഥാന സമിതിയുടെ അംഗീകാരം വാങ്ങുകയുമാണ് നേരത്തെ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ജില്ലാ തലത്തിലുള്ളവർ കൂടി ഉൾപ്പെട്ട സംസ്ഥാന സമിതിയെ കേൾക്കാൻ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. കാരണം ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴ, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള വോട്ട് ചോർച്ചയാണ് പാർട്ടിക്കുണ്ടായത്. പലയിടത്തും പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP 2ാം സ്ഥാനത്തെത്തുന്ന ഒരു ചിത്രവും കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ വോട്ട് ചോർച്ച വളരെ ഗൗരവത്തോടെ CPM കാണുന്നു. കടുത്ത തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കും. അതോടൊപ്പം സർക്കാരിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അതും സംസ്ഥാന സമിതിക്ക് ശേഷമാകും തീരുമാനമെടുക്കുക. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലാകും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, തിരുത്തൽ നടപടികളിൽ, അതോടൊപ്പം തന്നെ പുതിയതായി ഏറ്റെടുക്കേണ്ട കർമ്മ പരിപാടികൾക്ക് ഒക്കെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപം നൽകുക. ഓക്കെ.